അദ്ദേഹത്തിന്റെ പാർട്ടിക്കും അത് കൊണ്ടു എന്നുള്ളതിന്റെ തെളിവാണ് ഈ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ പറഞ്ഞത്. സാർ ഈ സഭയിൽ അതിലൊരു വ്യക്തത വേണം സാർ. സെക്ഷൻ 288 പ്രകാരം സാർ അതിൽ മെഡിക്കൽ കോളേജ് ICUവിൽ പീഡനത്തിനിരയായ അങ്ങേക്ക് അവസരം അദ്ദേഹം അത് ചുരുക്കി പറയാൻ സാർ ICUവിൽ പീഡനത്തിനിരയായ യുവതിയെ സംബന്ധിച്ചിടത്തോളം സാർ സാർ ഞാൻ നേരത്തെ പറഞ്ഞു സാർ അതിൽ സർക്കാർ നടപടി സ്വീകരിച്ചു. അതിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യം. നമസ്കാരം. നിയമസഭാ മന്ദിരത്തിൽ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നിട്ടും KK രമയുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ മടിച്ച മുഖ്യമന്ത്രി സഭാതലത്തിൽ എത്തിയില്ല. സ്ത്രീകളുടെയും കുട്ടികളുടെയും വകുപ്പ് വീണ ജോർജിനായതുകൊണ്ട് മറുപടി നൽകാനായി അവരെ ഏൽപ്പിച്ചു എന്നാണ് ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയ വിശദീകരണം. എന്നാൽ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി മറുപടി നൽകേണ്ടിയിരുന്ന ചോദ്യങ്ങളാണ് രമയുടെ അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട് ഉയർന്നതിൽ അധികവും. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്നു എന്നാരോപിച്ച KK രമ പ്രശ്നം ലാഘവത്തോടെയാണ് സർക്കാർ എടുക്കുന്നത് എന്നും മുഖ്യമന്ത്രി സഭയിൽ മറുപടി പറയാത്തത് തന്നെ ഇതിന് ഉദാഹരണമാണ് എന്നും അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. നേരത്തെ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് KK രമ കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിലും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിരുന്നില്ല. അന്ന് മുഖ്യമന്ത്രി പറയേണ്ട മറുപടി സ്പീക്കർ നൽകിയത് വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു. ഇപ്പോഴിതാ സ്പീക്കർക്ക് പകരം മന്ത്രി വീണ ജോർജ് എന്ന വ്യത്യാസം മാത്രമേ ഇവിടെയുള്ളൂ. KK രമയെ മുഖ്യമന്ത്രി പേടിക്കുന്നു എന്നതിന്റെ ഉദാഹരണം തന്നെയാണ് ഇന്ന് നടന്ന സംഭവങ്ങൾ. എന്നാൽ അതിലും നാടകീയമായ പല സംഭവങ്ങളും ഇന്ന് സഭയിൽ അരങ്ങേറുകയുണ്ടായി. പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് വീണ ജോർജ് ഇടയ്ക്ക് കയറി ഉത്തരം പറഞ്ഞപ്പോൾ ദേഷ്യം പിടിച്ച സ്പീക്കർ മന്ത്രി വീണ ജോർജിന്റെ മൈക്ക് ഓഫാക്കുകയും തുടർന്ന് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തുകയും ചെയ്തു. സാർ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പാർട്ടിക്കും അത് കൊണ്ടു എന്നുള്ളതിന്റെ തെളിവാണ് ഈ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ പറഞ്ഞത്. സാർ ഈ സഭയിൽ അതിലൊരു വ്യക്തത വേണം സാർ. സെക്ഷൻ 288 പ്രകാരം സാർ അതിൽ മെഡിക്കൽ കോളേജ് ICUവിൽ പീഡനത്തിനിരയായ അങ്ങേക്ക് അവസരം അത് ചുരുക്കി പറയാൻ സാർ ICUവിൽ പീഡനത്തിനിരയായ യുവതിയെ സംബന്ധിച്ചിടത്തോളം സാർ സാർ ഞാൻ നേരത്തെ പറഞ്ഞു സാർ അതിൽ സർക്കാർ നടപടി സ്വീകരിച്ചു. അതിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യം. ക്രൂരമായ കൊലപാതകങ്ങൾ, സൈബർ കുറ്റങ്ങൾ, മദ്യവും മയക്കുമരുന്നും ഇതെല്ലാം കൂടിയായി വളരെ കലുഷിതമായ ഒരു അന്തരീക്ഷത്തില് സർ ഈ തരത്തിൽ ഈ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്ന വിഷയം അത് അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഞാനും പാർട്ടി നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും ആശങ്കാജനകമായ സാഹചര്യം, സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ അതിക്രമങ്ങൾ അതീവ ഗുരുതരമായ ഈ സ്ഥിതിവിശേഷം ഇവിടെ സഭയിൽ ചർച്ച ചെയ്യണമെന്ന ആവശ്യം ശ്രീമതി KK രമ ഉന്നയിച്ചപ്പോൾ ഗവൺമെന്റ് അക്കാര്യത്തിൽ എടുത്ത നിലപാട് ഒരേപോലെ സമീപനം എടുക്കണമെന്ന് പറയുകയും എന്നാൽ രാഷ്ട്രീയമായ വൈരാഗ്യത്തിന്റെ പേരിൽ ശക്തമായി ചേരിതിരികയും ചെയ്യുന്ന നിർഭാഗ്യകരമായ നിലപാടുണ്ടായി. സാർ ഈ തെറ്റായ നിലപാട് തിരുത്താൻ തയ്യാറാകണം. ഗവൺമെന്റ് ഇത് ചർച്ച ചെയ്യാൻ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വാക്കൌട്ടിൽ പങ്കെടുക്കും. സാർ ഇവിടെ ഇത്രമാത്രം ബഹളം വെക്കേണ്ട ആവശ്യം എന്താണ് സാറിന്റെ അകത്ത്? ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ മന്ത്രിക്കുള്ള കാര്യങ്ങൾ വിവിധ കാര്യങ്ങൾ അദ്ദേഹം മറുപടി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഈ ഇത്തരത്തിലുള്ള സമീപനം ബഹുമാനപ്പെട്ട ചെയർ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. സാറ് ഇത് കേരളത്തിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ്. നിങ്ങൾ തന്നെ കണക്കെടുത്തു. എത്ര പോക്സോ കേസുകളാണ് സാർ വർദ്ധിച്ചിരിക്കുന്നത്? ഈ പോക്സോ കേസുകളിലെ പ്രതികളെ കൃത്യമായി അവർക്ക് നിയമത്തിന് മുമ്പിൽ കൊണ്ട് നടപടിയെടുപ്പിക്കാൻ ഗവൺമെന്റിന് കഴിയുന്നുണ്ടോ?
സാർ, സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ അക്രമം വർദ്ധിച്ചു വരുന്ന അതീവ ഗുരുതരമായ സാഹചര്യമാണ് ഇവിടെ ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. അല്ലാതെ രാഷ്ട്രീയമല്ല പറഞ്ഞത്. രാഷ്ട്രീയമായിട്ട് നിങ്ങളാണ് അതിനെ കണ്ടത്. നിങ്ങളാണ് രാഷ്ട്രീയമായിട്ട് കണ്ടത്. ഫാക്ച്വൽസ് മാത്രമാണ് ഇവിടെ സംസാരിച്ചത്. സാർ, ഈ വിഷയം ഏറ്റവും ഗൗരവമായ ഒരു വിഷയം ചർച്ച ചെയ്യാതെ പ്രതിഷേധിച്ച് വാക്കൌട്ട് ചെയ്യുകയാണ്. സർ, ഈ വിഷയം വളരെ ഗൗരവമുള്ളതായിട്ടാണ് അവതരിപ്പിച്ചത്. സർ, ആ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ശൈലജ ടീച്ചർ എന്റെ പാർട്ടിയുടെ നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു തെറ്റായി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പരാമർശം, അതിനെതിരെ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ഞാനും ടീച്ചറോട് തീർച്ചയായിട്ടും എന്റെ പാർട്ടിക്ക് മാപ്പ് പറയാണ്. ഇതാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല, ഒരു സ്ത്രീക്കെതിരെയും ഉണ്ടാകാൻ പാടില്ല എന്ന നിലപാട് അന്നും ഇന്നും ഒരുപോലെ ടീച്ചർക്കതിലെ പ്രയാസമുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഒരിക്കലും അതിനെ ന്യായീകരിച്ചിട്ടില്ല. അന്ന് തന്നെ എതിർത്തിട്ടുണ്ട്, അന്ന് തന്നെ അദ്ദേഹം മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അത് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ഇനി ഒരു നേതാവിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകരുത് എന്ന് തന്നെയാണ് ഇപ്പോഴും അടിവരയിട്ട് പറയുന്നത്. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞു.